Hello everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ടേസ്റ്റി ജ്യൂസി സോഫ്റ്റ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്, റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന പോലത്തെ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ മമ്മിയോട് ഇതിൻ്റെ റെസിപ്പി ചോദിക്കാം. റെസിപ്പി ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. താങ്ക് യു. അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് വലിയ വലിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം. തൈ പീസും ലെഗ് പീസുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എല്ലാ പീസും ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം, മസാല ഒക്കെ നന്നായിട്ട് ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യമുള്ളത് ഒരു നാരങ്ങയുടെ നീരാണ്, 3 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഒരു മുട്ട, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ നിറച്ച് പച്ചമുളക് പേസ്റ്റാക്കിയത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കനൊക്കെ മസാലയിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചിക്കനിലേക്ക് നന്നായിട്ട് മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്, ഉള്ളിലേക്കൊക്കെ എത്തുന്ന രീതിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂറോളം, മിനിമം 2 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കണം. രാത്രി മാരിനേറ്റ് ചെയ്ത് വെച്ചാലും നല്ലതാണ്. എത്ര അധികം വെക്കുന്നത് അത്ര നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. അപ്പോൾ 3 മണിക്കൂറിന് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 3 ടേബിൾ സ്പൂൺ മൈദയും ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണേക്കാളും കുറച്ച് കുറവ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മസാലയിലും ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിക്കണ വരെ ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് മിക്സ് ചെയ്താലും നല്ലതാണ്. കൈ കൊണ്ട് മിക്സ് ചെയ്താൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ പൊരിക്കാനായിട്ട് ആവശ്യമുള്ള പാൻ എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം എണ്ണ ചൂടാക്കിയെടുക്കാൻ. എണ്ണ ഒന്ന് ചൂടായാൽ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണൻ്റെ ചൂട് കണ്ടോ, ഇങ്ങനെ ആയിരിക്കണം. അധികം തിളക്കാൻ പാടില്ല. എണ്ണ ചിക്കൻ ഇടുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. വലിയ വലിയ പീസസ് ആയതുകൊണ്ട് അധികം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ ഉള്ളിലൊന്നും നന്നായിട്ട് വെന്ത് കിട്ടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒന്ന് ഫ്രൈ ആവണ വരെ, ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആവണ വരെ ഇതിൽ സ്പൂണൊന്നും ഇടാൻ പാടില്ല, ഇത് ഇളക്കാൻ പാടില്ല. ഇങ്ങനെ തന്നെ കിടന്നത് വെന്ത് കിട്ടണം ഒരു ഭാഗം. അപ്പോൾ അതൊരു 4 മിനിറ്റിന് ശേഷം ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റേ ഭാഗം ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ തന്നെ. അങ്ങനെ ഒരു 10 മിനിറ്റ് വേണ്ടി വന്നു ഇത് ഫ്രൈ ആയിരിക്കാൻ. നിങ്ങൾക്ക് ഫ്രൈ ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി കുറച്ച് നേരം കൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. 2 ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ വളരെ ടേസ്റ്റിയായ, വളരെ ക്രിസ്പിയായ, ജ്യൂസിയായ ചിക്കൻ ഫ്രൈ റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.